എല്ലാവർക്കും ദേശീയ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കാൻ പോവാണ്. നമുക്ക് നോക്കുവാണെങ്കിൽ റീസണിങ്ങിനകത്ത് വരുന്ന സമയത്ത് കുറച്ചധികം ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. ബാങ്ക് എക്സാം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, കുറച്ചധികം ഇമ്പോർട്ടൻസ് നമുക്ക് പറയാൻ പറ്റും. കാരണം ബാങ്ക് എക്സാമിനകത്ത് വരുമ്പോൾ ഒരു പ്രിലിംസ് എക്സാം ആകുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ വരെയൊക്കെ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മെയിൻസിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക, കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. പൊതുവെ എല്ലാവരും എന്താ പറയുക, പലപ്പോഴും ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും അവോയ്ഡ് ചെയ്യാണ് പതിവ്. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ബേസിക് കൺസെപ്റ്റ് ക്ലിയർ ആക്കുകയാണെങ്കിൽ, ബേസിക് ഒരു ഐഡിയ നമുക്കുണ്ട്, ബ്ലഡ് റിലേഷൻ ചെയ്യുന്ന രീതിയും കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അതൊന്ന് നിങ്ങൾ ക്ലിയർ ആക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും എക്സാമിന്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ട് പറയാനുള്ളത്, ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഒരു 3 സ്റ്റെപ്സ്, 3 കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നെന്ന് പറയുന്നത് എന്താ പറയുക, നമുക്കിപ്പം മെയിനായിട്ട് നമുക്ക് ചോദിക്കാൻ 3 ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതിലിപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, കുറേ ആൾക്കാർ നമ്മുടെ റിലേഷൻസ് വന്നിട്ട് അതിൽ ഏതെങ്കിലും 2 പേര് നമ്മുടെ റിലേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനും, അതുപോലെ പോയിന്റിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ അയാളുടെ ഡീറ്റെയിൽസ്, അവർ നമ്മുടെ റിലേഷൻ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും. അതല്ലാണ്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോഡിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷനുമാണ്. ഓക്കെ, ഇപ്പോൾ ഈ കോഡിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷനൊക്കെ മെയിൻസിനും അത് പ്രതീക്ഷിച്ചാൽ മതി. പ്രിലിംസിനും അങ്ങനെ അധികം ചോദിക്കാൻ ചാൻസ് ഇല്ല, ചോദിക്കും, ഇല്ല എന്നല്ല, കുറവാണ് നമുക്ക് ചോദിച്ച് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ റിലേഷൻസ് വരയ്ക്കുക അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ റിലേഷൻസ് പറയുമ്പോൾ ആ റിലേഷൻസ് കണക്ട് ചെയ്ത് വരയ്ക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് ജനറേഷൻ ഗ്യാപ്പ്. കുറച്ച് ഡേറ്റാസ് വരുന്ന സമയത്ത് ഇപ്പം പി ഈസ് ഫാദർ ഓഫ് ക്യൂ. അപ്പോൾ പി ഈസ് ഫാദർ ഓഫ് ക്യൂ എന്ന് വെച്ചാൽ ക്യൂവിൻ്റെ അച്ഛനാണ് പി എന്നാണ്. അപ്പോൾ ക്യൂവിൻ്റെ അച്ഛനാണ് പി എങ്കിൽ പി ഉറപ്പായിട്ട് എന്തായിരിക്കും, ക്യൂക്ക് മുന്നേ ഉള്ള ആളായിരിക്കും അല്ലേ, പി ഈസ് ഫാദർ ഓഫ് ക്യൂ. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ഇങ്ങനെ. ഓക്കെ, പി ഈസ് ഫാദർ ഓഫ് ക്യൂ. ഇപ്പോൾ അവർ പറയണം ആർ ഈസ് വൈഫ് ഓഫ് ക്യൂ. ആർ ഈസ് വൈഫ് ഓഫ് ക്യൂ. ആർ ഈസ് വൈഫ് ഓഫ് ക്യൂ എന്ന് വെച്ചാൽ ആറും ക്യൂ എന്തായിരിക്കും, ഒരേ ജനറേഷനുള്ള ആൾക്കാരായിരിക്കും അല്ലേ, അപ്പോൾ ഒരേ ലൈനിൽ വരും. എസ് ഈസ് സിസ്റ്റർ ഓഫ് ക്യൂ എന്ന് പറയാണ്. എസ് ഈസ് സിസ്റ്റർ ഓഫ് ക്യൂ. അപ്പോൾ എന്താണ്, ഒരേ ജനറേഷൻ അല്ലേ, അപ്പോൾ എവിടെ വരും, ഇവിടെ വരും. ടി ഈസ് സൺ ഓഫ് എസ്. ടി ഈസ് സൺ ഓഫ് എസ് എന്ന് പറയുമ്പോൾ എസിൻ്റെ മകനാണ് ടി. അപ്പം ടി എവിടെ വരും, താഴണം. എസിന് ശേഷമുള്ള ജനറേഷനിലെ ടി വരും. അപ്പോൾ നമുക്ക് എന്താണ്, എസിന് താഴെ ആയിരിക്കും ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ജനറേഷൻ ഗ്യാപ്പ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ജെൻഡർ മാർക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പൊതുവേ നമ്മൾ ചെയ്യുന്നത് മെയിലിന് പ്ലസും ഫീമെയിലിന് മൈനസും കൊടുക്കും. ചില സ്ഥലങ്ങളിൽ മെയിലിൻ്റെ ബോക്സിലും ഫീമെയിലിന് സർക്കിളിലൊക്കെ വരയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ എളുപ്പം വെച്ചാൽ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. ഇപ്പോൾ അവർ പറയാണ് നമ്മുടെ അധികം ഡേറ്റിൽ പി ഈസ് ഫാദർ ഓഫ് ക്യൂ എന്നായിരുന്നു. അപ്പോൾ പി ഈസ് ഫാദർ ഓഫ് ക്യൂ എന്ന് വെച്ചാൽ പി എന്ന് പറയുന്നൊരു മെയിലാണ് അല്ലേ, പിയുടെ ജെൻഡർ അപ്പോൾ എന്തായിരിക്കും, മെയിൽ ജെൻഡർ ആയിരിക്കും. അപ്പോൾ അവിടെ ക്യൂവിന് ജെൻഡർ കിട്ടുമോ, ഇല്ല. അടുത്ത എസ് സി സിസ്റ്റർ ഓഫ് ക്യൂ എന്നുണ്ടായിരുന്നു. എസ് സി സിസ്റ്റർ ഓഫ് ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ആരുടെ ജെൻഡർ കിട്ടുക, എസിൻ്റെ ജെൻഡർ. എസ് അനിയത്തിയാണ്, ക്യൂവിൻ്റെ അനിയത്തി എന്ന് പറയുമ്പോൾ എസിൻ്റെ ജെൻഡർ കിട്ടും. ടി സൺ ഓഫ് എസ് എന്ന് പറയുമ്പോൾ ആരുടെ ജെൻഡർ കിട്ടും, ടിയുടെ ജെൻഡർ കിട്ടും. ഇവിടെയൊന്നും നമുക്ക് ആരുടെ ജെൻഡർ കിട്ടുന്നില്ല, ക്യൂവിന് ജെൻഡർ കിട്ടുന്നില്ല. പക്ഷേ ആർ ഈസ് വൈഫ് ഓഫ് ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ആറിന് ജെൻഡറും കിട്ടും, ക്യൂവിന് ജെൻഡറും കിട്ടും. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ജെൻഡർ മാർക്ക് ചെയ്ത് പോകണം ഡേറ്റ വായിച്ചിട്ട്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ റിലേഷൻസ് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ വരുന്ന സമയത്ത്, കപ്പിൾ റിലേഷൻസ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യണം. നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചുമ്മാ എഴുതിയിടുകയല്ല, കണക്ട് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് സിംഗിൾ ലൈൻസ് ആണ് സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ അവിടെ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇപ്പം ക്യൂവിൻ്റെ വൈഫ് ആരെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ആറാണെന്ന് ഇവിടെ നോക്കി പറയാൻ പറ്റില്ല. കാരണം ക്യൂവിൻ്റെ അതേ ജനറേഷനിൽ വരുന്ന 6 എസ്സും ഉണ്ട്, 2 പെൺകുട്ടികളാണ്. ഇതിൽ ഏത് വൈഫ് ഏത് ഹസ്ബൻഡ് എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ പ്രോപ്പറായിട്ട് റെപ്രസെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ റിലേഷൻ എടുക്കാമല്ലോ. ഇപ്പോൾ ആറിൻ്റെ ആരാണ് പി എന്ന് പറയുമ്പോഴത്തേക്കും ആറിൻ്റെ ഹസ്ബൻഡ് ആണ് ക്യൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാലേ ക്യൂവിൻ്റെ അച്ഛൻ പി അത് ആറിൻ്റെ അമ്മായി അച്ഛനാണ് അല്ലെങ്കിൽ ഫാദറിലോ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യണം. അത് നമുക്ക് ഇഷ്ടം എഴുതി കൊടുക്കാം, ഞാൻ ഡബിൾ ലൈനാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പറയുന്ന ആൾക്കാർ നമ്മുടെ റിലേഷൻസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ ഇതിനകത്ത് ഏത് 2 ആൾക്കാർ നമ്മുടെ റിലേഷൻ വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞാൽ ഹൗസ് പി റിലേറ്റഡ് ടു ആർ എന്ന് നോക്കിയപ്പോഴത്തേക്കും ആറിൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് നമ്മൾ പറഞ്ഞ ഫാദറിലോ എന്നാ പറയാം. അതുപോലെ അതിലിപ്പോൾ ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു ടി എന്ന് ചോദിക്കാം. ഹൗ ഇസ് ക്യൂ റിലേറ്റഡ് ടു ടി. ടിയുടെ സൈഡ് നോക്കുമ്പോൾ ടിയുടെ
അമ്മയുടെ സഹോദരനാണ് നമ്മൾ എന്താ പറയും, അങ്കിൾ എന്ന് പറയും അല്ലേ. ഇനി അമ്മയുടെ സഹോദരനാണ് നമ്മൾ മെറ്റേണൽ അങ്കിൾ എന്നൊക്കെ പറയാറുണ്ട് ചില സമയത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൗ ഇസ് പി റിലേറ്റഡ് ടു ടി എന്ന് ചോദിച്ചാലോ, ടിയുടെ അമ്മയുടെ അച്ഛനാണ് നമ്മൾ എന്ത് പറയും, ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ റിലേഷൻസ് ആര് തമ്മിലുള്ള റിലേഷൻ ഇവിടെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷൻ കൃത്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ബ്ലഡ് റിലേഷൻ നമ്മൾ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റിലേഷൻസ് വരയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ആയിരുന്നു രണ്ടുപേരും നമ്മുടെ റിലേഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് ടേമുകളുണ്ട് അല്ലേ. ആ ടേമുകൾ കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ആ പേരുകൾ ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാദറിലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. എങ്കിലും നമുക്ക് കൃത്യമായിട്ട് എന്താണ് റിലേഷൻസ് വരച്ച് നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ആ റിലേഷൻസ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, ഗ്രാൻഡ് ഫാദർ എന്ന് എന്താണ്, അച്ഛൻ്റെ അച്ഛനാണ്. ഗ്രാൻഡ് മദർ എന്ന് വെച്ചാൽ അമ്മ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ അവിടെ ജസ്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ ഡേറ്റ വെച്ചിട്ട് ആ റിലേഷൻസ് ഒന്ന് പെട്ടെന്ന് പറയാം. ഓക്കെ, ആ ടേമുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പം ശ്യാം എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, ശ്യാമിന് അച്ഛനും അമ്മയും ഉണ്ട്, ഫാദർ മദർ. അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ. ശ്യാമിൻ്റെ ആരായിരിക്കും, ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആയിരിക്കും അല്ലേ. ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ആയിരിക്കും. ഇപ്പം അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ ഗ്രാൻഡ് ഫാദർ തന്നെയാണ്, അമ്മയുടെ അച്ഛനാണെങ്കിൽ ഗ്രാൻഡ് ഫാദർ തന്നെയാണ് അല്ലേ. ഈ അച്ഛൻ്റെ ആണ് അമ്മയുടെ ആണെന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളുണ്ട്, പെറ്റേണലും മെറ്റേണലും. പെറ്റേണലും മെറ്റേണലും ആ വാക്കുകൾ ഉപയോഗിച്ചാൽ അച്ഛൻ്റെ ആണ് അമ്മയുടെ ആണെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അച്ഛൻ്റെ ആണെങ്കിൽ പെറ്റേണൽ ചേർത്ത് പറയാം, പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ, പെറ്റേണൽ ഗ്രാൻഡ് മദർ. അമ്മയുടെ ആണെങ്കിൽ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ, മെറ്റേണൽ ഗ്രാൻഡ് മദർ സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ എടുക്കുകയാണ്. ശ്യാമിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ എന്ന് വെച്ചാൽ ശ്യാമിൻ്റെ ആരായിരിക്കും, അങ്കിളും ആൻറ്റും ആയിരിക്കും അല്ലേ. അങ്കിളും ആൻറ്റും ആയിരിക്കും. ഓക്കെ, സെയിം ഇവിടെ ഇപ്പം അങ്കിളും ആൻറ്റും എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സഹോദരങ്ങളായാലും അങ്കിളും ആൻറ്റും ആണ്, അമ്മയുടെ സഹോദരങ്ങളായാലും അങ്കിളും ആൻറ്റും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. ഇങ്ങനെയാണ് അച്ഛൻ്റെ അപ്പം പെറ്റേണൽ ചേർത്ത് പറഞ്ഞാൽ മതി, പെറ്റേണൽ അങ്കിൾ, പെറ്റേണൽ ആൻഡ്. അമ്മയുടെ ആണെങ്കിൽ മെറ്റേണൽ അങ്കിൾ, മെറ്റേണൽ ആൻഡ്. ഓക്കെ, ശ്യാമിന് രണ്ട് സഹോദരങ്ങളുണ്ടെന്ന് വിചാരിക്കാം, ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ടെന്ന് വിചാരിക്കാം. ബ്രദർ കല്യാണം കഴിച്ച് വരുന്ന ആള് ശ്യാമിൻ്റെ ആരായിരിക്കും, സിസ്റ്ററിലോ ആയിരിക്കും അല്ലേ, സിസ്റ്ററിലോ ആയിരിക്കും. അതുപോലെ സിസ്റ്റർ കല്യാണം കഴിച്ച് വരുന്ന ശ്യാമിൻ്റെ ആരായിരിക്കും, ബ്രദറിലോ ആയിരിക്കും. അവരുടെ കുട്ടികൾ, സഹോദരങ്ങളുടെ മക്കൾ, സഹോദരങ്ങളുടെ മക്കൾ നമ്മൾ പറയുന്നത് നെഫ്യൂ നീസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ശ്യാമിൻ്റെ സഹോദരൻ്റെയോ സഹോദരിയുടെ മകനാണെങ്കിൽ നമ്മൾ പറയുന്നത് നെഫ്യൂ എന്നായിരിക്കും, മകളാണെങ്കിൽ നമ്മൾ പറയുന്നത് നീസ് എന്നായിരിക്കും. ഈ ടേമുകളൊന്ന് പഠിച്ചിരുന്നാൽ നമുക്ക് എന്താണ് കുറച്ച് പെട്ടെന്ന് നമുക്ക് ബ്ലഡ് റിലേഷൻ ചെയ്ത് പോകാൻ സാധിക്കും. പിന്നെ അതുപോലെ ശ്യാമിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ മക്കൾ, അത് ശ്യാമിൻ്റെ അതേ ജനറേഷനിൽ വരുന്ന ആൾക്കാരാണ്. ആരൊക്കെയാണ് അവർ, കസിൻസ് ആണ് അല്ലേ, കസിൻസ് ആണ്. അവിടെ കസിൻ ബ്രദർ കസിൻ സിസ്റ്റർ എന്നില്ല, ജസ്റ്റ് കസിൻ അത്രയേ ഉള്ളൂ. ഓക്കെ, നോർമലി നമ്മൾ കാണുന്ന റിലേഷൻസ് ആണ്, നമ്മൾ ഒരു ഫാമിലിയിൽ കാണുന്ന റിലേഷൻഷിപ്പ് ടേമുകളൊക്കെയാണ്. ഈ ടേമുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, കഴിഞ്ഞില്ല, ഇനിയും നമുക്ക് റിലേഷൻഷിപ്പ് ടേമുകളുണ്ട് അല്ലേ, ഇത്രയും മാത്രമല്ല ഉള്ളത്. ഓക്കെ, ഇവിടെ നോക്കാം, ശ്യാമ കല്യാണം കഴിക്കുകയാണ്, വൈഫ്. ഓക്കെ, ശ്യാമ എന്നൊരു പെൺകുട്ടി, ആൺകുട്ടിയാണെങ്കിൽ വൈഫ്, പെൺകുട്ടിയാണെങ്കിൽ നമ്മളവിടെ പറയാം ഹസ്ബൻഡ് എന്ന് അറിയും പറയാം. വൈഫിൻ്റെ അച്ഛനും അമ്മയും നമ്മൾ പറയുന്നത് ഫാദർ ഇൻ ലോ എന്നും മദർ ഇൻ ലോ എന്നുമാണ് അല്ലേ. അതുപോലെ വൈഫിൻ്റെ സഹോദരങ്ങൾ നമ്മൾ എന്താ പറയാ, ബ്രദർ ഇൻ ലോയും സിസ്റ്റർ ഇൻ ലോയും അല്ലേ, ബ്രദർ ഇൻ ലോയും സിസ്റ്റർ ഇൻ ലോയും. ഇനി ശ്യാമിന് കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, സണ്ണും ഡോട്ടറും അല്ലേ, സണ്ണും ഡോട്ടറും. അപ്പോൾ ഡോട്ടർ കല്യാണം കഴിച്ച് വരുന്നു, ശ്യാമിൻ്റെ മകൾ കല്യാണം കഴിച്ച് വരുന്നത് ശ്യാമിൻ്റെ ആരായിരിക്കും, സണ്ണിലോ ആയിരിക്കും. അതുപോലെ സണ്ണ് കല്യാണം കഴിച്ച് വരുന്നത് ഡോട്ടറിലോ ആയിരിക്കും. അവരുടെ കുട്ടികൾ, മക്കളുടെ മക്കൾ, ശ്യാമിൻ്റെ മക്കളുടെ മക്കൾ ആരാണ്, ശ്യാമിൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻസ് ആയിരിക്കും അല്ലേ, ഗ്രാൻഡ് സണ്ണും ഗ്രാൻഡ് ഡോട്ടറും. ഓക്കെ, അപ്പോൾ ഇത്രയും ടേമുകൾ നമ്മളിപ്പോൾ കണ്ട ഇത്രയും ടേമുകളാണ് നമുക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റിനകത്ത് ഡേറ്റ ആയിട്ട് വരാം. അതുപോലെ റിലേഷൻസ് പറയുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ രണ്ടുപേരും റിലേഷൻ ചോദിക്കും, നമുക്ക് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് കൃത്യമായിട്ട് പഠിച്ച് വെക്കുക, കാണാതെ പഠിച്ച് വെക്കണമല്ല, നമുക്ക് അറിയാം, നമുക്ക് ഫാമിലി, നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ആ ഒരു ടേം വെച്ച് കൃത്യമായിട്ട് നമ്മൾ എന്താ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക.
ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് ബ്ലഡ് റിലേഷൻ്റെ ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്താണ് കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്കറിയാം ഓൺലൈൻ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതിനകത്ത് SSCയുടെ RRBയുടെ ഒക്കെ നമ്മൾ ഓൾറെഡി റെയിൽവേയുടെ കോഴ്സസ് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാങ്കിൻ്റെ കോഴ്സസും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്, ബേസിക് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽസ് റെഫർ ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ ചെയ്തൊക്കെ തന്നെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ പറയുക, ബേസിക് ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് ഓൺലൈൻ കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ ബ്ലഡ് റിലേഷൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ റിലേഷൻ ഒന്ന് വരയ്ക്കാൻ പോവാണ്, റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. നോക്കണം, എക്സ് ഈസ് ഫാദർ ഓഫ് വൈ. ഓക്കെ, എക്സ് ഈസ് ഫാദർ ഓഫ് വൈ. 3 കാര്യങ്ങളാണ്. ഒന്ന് ജനറേഷൻ ഗ്യാപ്പ്, രണ്ടാമത് ജെൻഡർ, മൂന്നാമത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ ഒന്ന് മാറ്റി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ബ്രദർ ഓഫ് ക്യൂ. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഫാദർ ഓഫ് വൈ ആൻഡ് ബ്രദർ ഓഫ് ക്യൂ വെച്ചാൽ എക്സ് ക്യൂവിന്റെ ബ്രദർ ആണ് എന്നാണ് പറയുന്നത് അല്ലേ. അടുത്ത വൈ ഈസ് ഡോട്ടർ ഓഫ് ഇസഡ് എന്ന് പറയുന്നുണ്ട്. വൈ ഈസ് ഡോട്ടർ ഓഫ് ഇസഡ്. ഇപ്പം വൈ മകളാണ്, ഇസഡിന്റെ മകളാണ്. ശ്രദ്ധിച്ചു നോക്കിയേ, ഇസഡിന്റെ മകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എക്സിന്റെ മകളാണ് വൈ. ഇസഡിന്റെയും മകളാകുമ്പോൾ ആരായിരിക്കും ഇസഡ് എന്ന് പറയുന്നത്, എക്സിന്റെ വൈഫ് ആയിരിക്കും. എങ്കിലല്ലേ വൈ എന്ന് പറഞ്ഞ ഇസഡിന്റെ മകളാവത്തുള്ളൂ. ഓൾറെഡി നമുക്കറിയാം എക്സിന്റെ മകളാണ്. ഇസഡിന്റെയും മകളാകണമെങ്കിൽ എക്സ് ഇസഡ് എന്തായിരിക്കണം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ആ റിലേഷൻസ് കിട്ടി. അവിടെ ക്യൂവിന് ജെൻഡർ കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ ഈസ് ഇസഡ് റിലേറ്റഡ് ടു ക്യൂ എന്നാണ്. നമ്മൾ എവിടെ നിന്ന് റിലേഷൻ നോക്കാം, ക്യൂവിന്റെ സൈഡിൽ നിന്ന് റിലേഷൻ നോക്കുക. ക്യൂവിന്റെ സൈഡിൽ നോക്കുമ്പോൾ ക്യൂവിന്റെ സഹോദരന്റെ ഭാര്യയാണ്. നമുക്കറിയാം സഹോദരന്റെ ഭാര്യ നമ്മൾ എന്താ പറയാ, സിസ്റ്റർ ഇൻ ലോ എന്നായിരിക്കും പറയാം അല്ലെ. നമ്മുടെ ആൻസർ എന്തായിരിക്കും, സിസ്റ്റർ ഇൻ ലോ എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ബ്ലഡ് റിലേഷൻ ചെയ്യുക. ഓക്കെ, ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നത്. റിലേഷൻസും നമ്മളൊക്കെ അറിയണമെങ്കിലേ വരത്തുള്ളൂ. ബ്രദർ എന്ന് പറയുമ്പോഴും ഫാദർ എന്ന് പറയുമ്പോഴും ഡോട്ടർ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാവണം. അപ്പോൾ അത് വെച്ച് നമ്മൾ ഡേറ്റ് കൃത്യമായിട്ട് വരയ്ക്കുന്നു. എന്നിട്ട് ഫൈനലി നമുക്ക് ചോദിക്കുമ്പോൾ രണ്ടുപേരും നമ്മുടെ റിലേഷൻ ആയിരിക്കും ചോദിക്കുക. അവിടെ നമുക്ക് എന്താണ് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്ത് പഠിക്കാം. എന്നിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ്, കാരണം ബാങ്ക് എക്സാം ആണ് നമ്മൾ വരുന്നത്, ഉറപ്പായിട്ട് നമുക്ക് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്തേ പറ്റത്തുള്ളൂ. നല്ല വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ആദ്യം പറഞ്ഞ പി ഈസ് സൺ ഓഫ് ക്യൂ അല്ലെ. പി ഈസ് സൺ ഓഫ് ക്യൂ. ഹൂ ഈസ് സിസ്റ്റർ ഓഫ് ആർ എന്നാണ് പറയുന്നത്. ഈ ഹൂ ഉദ്ദേശിക്കുന്ന ആരെയാണ്, ക്യൂവിനെയാണ്. എപ്പോഴും നമ്മൾ പറയുന്ന ആരാണ്, ഹൂ അല്ലെങ്കിൽ വിച്ച് എന്നുള്ള തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആളാണ് ഉദ്ദേശിക്കുന്നത്. ക്യൂ എന്ന് പറയുന്നത് ആറിന്റെ സിസ്റ്റർ ആണ്. അപ്പൊ ക്യൂ സിസ്റ്റർ ആണ്, അത് ആറിന്റെ സിസ്റ്റർ ആണ് എന്നാണ് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ എടുക്കുന്നത്. അടുത്ത ടി ഈസ് മദർ ഓഫ് ആർ എന്ന് പറയുന്നുണ്ട്. ടി ഈസ് മദർ ഓഫ് ആർ എന്ന് വെച്ചാൽ ആറിന്റെ മദർ ആണ് ടി. ടി മുകളിലോട്ട് പോകും. കണ്ടോ. അടുത്ത എസ് ഈസ് സൺ ഓഫ് ടി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എസ് ഈസ് സൺ ഓഫ് ടി. അപ്പൊ എസ് അവിടെ വരുന്നത് ആറിന്റെയും ക്യൂവിന്റെ ഒക്കെ സഹോദരനായിട്ട് വരും. എസ് ഈസ് സൺ ഓഫ് ടി. ക്വസ്റ്റ്യൻ, ഹൗ ഇസ് പി റിലേറ്റഡ് ടു എസ് എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഇസ് പി റിലേറ്റഡ് ടു എസ്. നിങ്ങൾ അവിടെ എവിടെ നോക്കണം, എസിന്റെ സൈഡിൽ നോക്കണം. എസിന്റെ സൈഡിൽ നിങ്ങൾ നോക്കുമ്പോൾ പി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എസിന്റെ സൈഡിൽ നോക്കുമ്പോൾ എസിന്റെ സഹോദരിയുടെ മകനാണ് അല്ലെ പി എന്ന് പറയുന്നത്. നമ്മൾ എന്തായിരിക്കും ആൻസർ പറയാം, നെഫ്യൂ എന്നായിരിക്കും ആൻസർ പറയാം. റിലേഷൻ കൃത്യമായിട്ട് അറിഞ്ഞാൽ, ടേം അറിഞ്ഞാലേ നമുക്ക് എന്താണ് ആൻസർ കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. നെഫ്യൂ എന്നാണ് കിട്ടുന്നത്. കണ്ടോ, റിലേഷൻസ് ഒന്ന് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതിൽ നമുക്ക് എന്താണ് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നിൽക്കുന്നത്, ഇഫ് പി ഈസ് ബ്രദർ ഓഫ് ദി സൺ ഓഫ് ക്യൂ സൺ, ഹൗ ഇസ് പി റിലേറ്റഡ് ടു ക്യൂ. നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്നും ചെറിയൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എന്താണ്, പി ഈസ് ബ്രദർ ഓഫ് ദ സൺ ഓഫ് ക്യൂ സൺ എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഓഫ് വെച്ചൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓഫ് വെച്ച് പി ഈസ് ബ്രദർ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഒരു ബ്രദർ ആണ് എന്ന് പറയുന്നുണ്ട്. പി ആരുടെ ബ്രദർ എന്നുള്ളതാണ് ഓഫിന് ശേഷം പറയുന്നത്. ഓഫിന് ശേഷം പറയുന്നത് ദ സൺ ഓഫ് എന്ന് വെച്ചാൽ പി എന്ന് പറഞ്ഞ ബ്രദർ ആണ്. ആരുടെ, ഒരു സണ്ണിന്റെ, ഏതോ ഒരു മകന്റെ സണ്ണാണ്. ആ മകൻ ആരാണ്, ക്യൂസ് സൺ. ആ മകൻ എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ സണ്ണിന്റെ മകനാണ് എന്നാണ് പറയുന്നത്. ആ മകൻ ആരുടെ മകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂവിന്റെ സണ്ണിന്റെ മകൻ. ഇവിടെ പലപ്പോഴും പലരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂവിന്റെ മകൻ, ആ മകന്റെ ബ്രദർ, ഇങ്ങനെയായിരിക്കും പീനെ എടുക്കുക പലപ്പോഴും.
അവിടെ അങ്ങനെയല്ല പറയുന്നത്, ക്യൂവിൻ്റെ മകൻ്റെ ബ്രദർ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ വരിക, ഇതല്ല വരിക. ക്യൂവിൻ്റെ മകൻ, ആ മകൻ്റെ മകൻ, ആ മകൻ്റെ ബ്രദർ, അതാണ് ആരെന്ന് പറയുന്നത്, പി എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഹൗ ഇസ് പി റിലേറ്റഡ് ടു ക്യൂ എന്നാണ്. നിങ്ങൾ എവിടെ നോക്കണം? ക്യൂവിൻ്റെ സൈഡിൽ നിന്ന് റിലേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് പി ആരാന്ന് ചോദിച്ചാൽ ക്യൂവിൻ്റെ മകൻ്റെ മകനാണ്. നമ്മൾ എന്ത് പറയും? ഗ്രാൻഡ് സൺ എന്ന് പറയും. ഗ്രാൻഡ് സൺ എന്ന് പറയും. ഓക്കെ, പലപ്പോഴും പലരും സൺ എന്ന ആൻസറിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്, ശ്രദ്ധിച്ചോണം. അത് ഡേറ്റ മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ. പി ഈസ് ബ്രദർ ഓഫ് സൺ ഓഫ് ക്യൂ സൺ എന്ന് പറയും. ക്യൂവിൻ്റെ മകൻ്റെ ബ്രദർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഡേറ്റ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, ഈസ് സൺ ഓഫ് എ. ഓക്കെ, ഈസ് സൺ ഓഫ് എ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഈ മകനാണ് ആരുടെ? എയുടെ. ഈ സൺ ഓഫ് എ. അടുത്ത ഡി ഈസ് സൺ ഓഫ് ബി. നമ്മുടെ ഡിയും ബി ഒന്നും ഇല്ലാത്ത തൽക്കാൻ ഞാൻ ഡേറ്റ് ഇവിടെ വച്ചേക്കാണ്. ഈ മാരിഡ് ടു സി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ മാരിഡ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയുടെ വൈഫായിട്ട് വരും ആരെന്ന് പറയുന്നത്? സി എന്ന് പറയുന്നത്. ഈ മാരിഡ് ടു സി. സി ഈസ് ബീസ് ഡോട്ടർ എന്ന് പറയുന്നുണ്ട്. സി എന്ന് പറയുന്നത് ബിയുടെ മകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബിയുടെ മകളാണ് സി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബിയും ഡി നമ്മൾ ഡേറ്റ് ഉണ്ടായിരുന്നു. ഡി സൺ ഓഫ് ബി എന്ന ഡേറ്റ് ഉണ്ടായിരുന്നു. ഡി സൺ ഓഫ് ബി സിയുടെ ബ്രദർ ആയിരിക്കും ആരെന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്നത്. ഡി സൺ ഓഫ് ബി എന്നല്ല പറയുന്നത്. ഇത്രയും ഡേറ്റ് ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എയുടെയും ബിയുടെയും ജെൻഡർ ഒന്നും കിട്ടിയില്ല. പക്ഷെ ക്വസ്റ്റ്യൻ അവർ തമ്മിലല്ല. ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഇസ് ഡി റിലേറ്റഡ് ടു ഇ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഇസ് ഡി റിലേറ്റഡ് ടു ഇ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എവിടെ നോക്കണം? റിലേഷൻ ഇ എന്നാണ് നോക്കേണ്ടത് അല്ലേ? ഇവിടെ നിങ്ങൾ റിലേഷൻ നോക്കുക. ഇവിടെ നിന്ന് റിലേഷൻ നോക്കുമ്പോൾ ഡി ആരാണ്? നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇയുടെ വൈഫാണ് സി. വൈഫിന്റെ സഹോദരനാണ് ഡി. വൈഫിന്റെയോ ഹസ്ബൻഡിന്റെയോ സഹോദരനെയൊക്കെ നമ്മൾ എന്താ പറയാ? ബ്രദർ ഇൻ ലോ എന്നാ പറയാ. ബ്രദർ ഇൻ ലോ എന്നായിരിക്കും നമ്മൾ ആൻസർ പറയാം. ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് പോകുന്നത്. റിലേഷൻ ഒന്ന് റെപ്രസെന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ. ആ റെപ്രസെന്റേഷൻ കൃത്യമായിട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയിക്കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടപ്പോഴത്തേക്കും കുറേ ലെറ്റേഴ്സ് തന്നിട്ട് ആ ലെറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ നമ്മൾ വരച്ചിട്ട് അതിൽ നിന്ന് ആൻസറിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്തതെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, പേരുകളാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സ് തരുന്ന പോലെ തന്നെ നമുക്ക് എന്താണ് പേരുകൾ തരുമ്പോഴും റൂളിന് വ്യത്യാസമൊന്നുമില്ല, സെയിം റൂൾ തന്നെയാണ്. നമ്മൾ ആ റിലേഷൻസ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, വേറെ ഒന്നുമില്ല, ആ റിലേഷൻസ് പ്രോപ്പറായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. എന്താ പറയുന്നത്? കൃഷ്ണ ഈസ് ഡോട്ടർ ഓഫ് അർജുൻ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണ എന്ന് പറയുന്നത് അർജുൻ്റെ മകളാണ്. അപ്പം എടുക്കുകയാണ്, കൃഷ്ണ അർജുൻ്റെ മകളാണ്. ഓക്കെ, ഹൂ ഈസ് സൺ ഓഫ് ഹരീഷ് എന്ന് പറയുന്നുണ്ട്. ഹൂ ഈസ്, ഈ ഹൂ ഉദ്ദേശിക്കുന്ന ആരെയാണ്? അർജുനെയാണ്. അർജുൻ ഈസ് സൺ ഓഫ് ഹരീഷ്. ഓക്കെ, അർജുൻ സൺ ആണ് ആരുടെ? ഹരീഷിന്റെ സൺ ആണ്. ഹൂ ഈസ് ഹസ്ബൻഡ് ഓഫ് കാവേരി. ഈ ഹൂ ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഹരീഷിനെയാണ്. ഹരീഷ് എന്ന് പറഞ്ഞാൽ ആരെന്നാ പറയുന്നത്? ഹസ്ബൻഡ് ഓഫ് കാവേരി. ഹരീഷ് കാവേരിയുടെ ഹസ്ബൻഡാണ്. കണ്ടോ, നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഡേറ്റ കംപ്ലീറ്റ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ അറേഞ്ച് ചെയ്താൽ മാത്രം മതി നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? ഹൗ ഇസ് കാവേരി റിലേറ്റഡ് ടു കൃഷ്ണ എന്നാണ് ചോദിക്കുന്നത്. കൃഷ്ണയുടെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ കാവേരി ആരാണെന്നാണ് ചോദിക്കുന്നത്. ഹൗ ഇസ് കാവേരി റിലേറ്റഡ് ടു കൃഷ്ണ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൃഷ്ണയുടെ സൈഡിൽ നോക്കുമ്പോൾ കൃഷ്ണയുടെ അച്ഛൻ്റെ അമ്മയാണ് അല്ലെ, നമ്മൾ എന്താ പറയാ? ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. ഇനി അച്ഛൻ്റെ അമ്മ ആയതുകൊണ്ട് നമ്മൾ എന്താ പറയും? പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയും. ഇങ്ങനെയായിരിക്കും ആ റിലേഷൻ എടുക്കുക. ആ ഒരു ഡേറ്റ് ഒന്ന് മനസ്സിലാക്കുക, അതൊന്ന് അറേഞ്ച് ചെയ്യുക, നമുക്ക് എന്താണ് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. പേര് വന്നെന്ന് പറഞ്ഞിട്ട് വേറെ വ്യത്യാസമൊന്നുമില്ല, നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ്. എടാ, നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് പോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സസും കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഓഫ്ലൈൻ സെൻറ്റേഴ്സ് കൊല്ലത്തും കൊട്ടാരക്കരയും തൃശ്ശൂരും കാലിക്കറ്റും ട്രിവാൻഡ്രത്തും ഉണ്ട്. അപ്പോൾ ബാങ്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും SSC റെയിൽവേ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അതായത് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറൻ്റ്ലി ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. തുടങ്ങിയ ബാച്ചുകളും ഇപ്പോൾ കറൻ്റ്ലി ഉണ്ട് നമുക്ക്. അപ്പോൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വർഷം തന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിപ്പോൾ SSC ആയാലും റെയിൽവേ ആയാലും ബാങ്ക് ആയാലും നിങ്ങൾ ഏത് ഫോക്കസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പേഴ്സ് ഒന്ന് നോക്കി വെച്ചേക്കുക, എന്നിട്ട് അതിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പോയിന്റിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ,
പോയിന്റിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നൊക്കെ നമ്മൾ പറയും. ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാളുമായിട്ടുള്ള റിലേഷൻസ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഒറ്റ സെൻസിൽ റിലേഷൻ പറയാ ചെയ്യുന്നത്. ഓക്കെ, മറ്റേ കുറേ ആൾക്കാർ നമ്മുടെ റിലേഷൻസ് പറയുമ്പോൾ അവിടെ ഇവിടെ കുറേ റിലേഷൻസ് പറയാം, അതിനോട് കണക്ട് ചെയ്ത് വരച്ച് നമ്മളിങ്ങനെ കൂട്ടിയെടുക്കുന്ന ഒരു ഫാമിലി ആവും. ഇതങ്ങനെയല്ല, ഒരൊറ്റ സെന്റൻസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് റിലേഷൻ പറയുന്നത്. അവിടെ ഇവിടെ 2-3 ആൾക്കാരൊന്നും കാണത്തില്ല. നമ്മൾ ആ റിലേഷൻസ് ആ ഒരു ഡേറ്റ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റിങ് ടു എ ലേഡി ഷാറുഖ് സെഡ് എന്നാണ് പറയുന്നത്. പോയിന്റിങ് ടു എ ലേഡി, ലേഡിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. ആരാ പറയുന്നത്? ഷാറൂഖ് ആണ് പറയുന്നത്. ഓക്കെ, ഷാറൂഖ് പറയാണ്. എന്താ പറയുന്നത്? ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദി ഓൺലി ചൈൽഡ് ഓഫ് മൈ ഗ്രാൻഡ് മദർ എന്നാ പറയുന്നത്. ഷീ ഈസ് ഡോട്ടർ ഓഫ് ദി ഓൺലി ചൈൽഡ് ഓഫ് മൈ ഗ്രാൻഡ് മദർ. അപ്പൊ ഈ ഓഫ് വെച്ച് തരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ എടുക്കാം. ഷീസ് എന്ന് പറഞ്ഞാൽ ആ ലേഡി എന്ന് പറയുന്ന ആള്, ഓക്കെ, ലേഡി എന്ന് പറയുന്ന ആള് ആരെന്നാ പറയുന്നത്? ഇസ് ദ ഡോട്ടർ, ഒരു മകളാണ്. ഓക്കെ, ആരുടെ മകളാണ്? ഓഫിന് ശേഷം വരുന്ന ആളുടെ മകളാണ്. ഓഫിന് ശേഷം ആരാ വരുന്നത്? ദ ഓൺലി ചൈൽഡ്, ഒരേ ഒരു കുട്ടി എന്നാ പറയുന്നത്. ഓൺലി ചേർത്ത് വരുന്ന വേർഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓൺലി ചൈൽഡ്. ഓക്കെ, ആരുടെ ഓൺലി ചൈൽഡ് ആണ്? ഓഫ് മൈ ഗ്രാൻഡ് മദർ, എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ. ഓക്കെ, പറയുന്നത് ഷാറൂഖ് ആണ്. ഷാറൂഖ് പറയാണ് ഷാറൂഖിന്റെ ഗ്രാൻഡ് മദർ. ഷാറൂഖിന്റെ ഗ്രാൻഡ് മദർ എന്ന് വെച്ചാൽ ഷാറൂഖിന്റെ അമ്മയുടെ അച്ഛനോ അമ്മയുടെ അമ്മയോ അച്ഛൻ്റെ അമ്മയോ ആര് വേണമെങ്കിലും ആകാം. ആരും നമുക്കറിയില്ല. ഷാറൂഖിന്റെ അച്ഛൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ ആരോ ആണ്. ആ ഗ്രാൻഡ് മദറിന്റെ ഒരേ ഒരു കുട്ടി, ഈ ഗ്രാൻഡ് മദറിന്റെ ഒരേ ഒരു കുട്ടി വെച്ചാൽ ആരാണ്? ഷാറൂഖിന്റെ അമ്മയോ അച്ഛനോ ആരോ ആണ്. ആരെ നമുക്കറിയില്ല. ഷാറൂഖിന്റെ അമ്മയോ അച്ഛനോ ആരാണ്. ആ ഒരേ ഒരു കുട്ടിയുടെ മകളാണ് ആരെന്ന് പറയുന്നത്? ഷീ, ദാറ്റ് ലേഡി. ഇപ്പൊ ഇവിടെ ഷാറൂഖിന്റെ അച്ഛനോ അമ്മയോ ആരോ ആണ് നമുക്കറിയാം. ആ പറയുന്ന ആളുടെ മകളാണെന്ന് പറഞ്ഞാൽ അത് ഷാറൂഖിന്റെ സഹോദരി ആയിരിക്കും, അല്ലെ? അതായിരിക്കും ആ ലേഡിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കും വരിക. എൻ്റെ ഗ്രാൻഡ് മദറിന്റെ ഒരേ ഒരു കുട്ടിയുടെ മകൾ, അത് ഷാറൂഖിന്റെ ആരാണ്? ലേഡിയാണ്, സോറി സിസ്റ്ററാണ്, അല്ലെ? ക്വസ്റ്റ്യൻ അതിനെ ചോദിക്കുന്നത് ഹൗ ഇസ് ദ ലേഡി റിലേറ്റഡ് ടു ഷാറൂഖ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഷാറൂഖിനുള്ള റിലേഷൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഷാറൂഖിന്റെ സൈഡ് നോക്കുക, ഷാറൂഖിന്റെ സഹോദരിയാണ് ലേഡി എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? സിസ്റ്റർ എന്നായിരിക്കും വരിക. ഉണ്ടോ? ഇങ്ങനെയാണ് ആ റിലേഷൻ നമ്മൾ എടുക്കുന്നത്. പോയിന്റിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ പലരും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വേറെ ഇല്ല. നമുക്ക് ഇതൊന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. എങ്ങനെയാണ്? ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദി ഓൺലി ചൈൽഡ് ഓഫ് മൈ ഗ്രാൻഡ് മദർ. എൻ്റെ അമ്മൂമ്മയുടെ, നിങ്ങളുടെ റിലേഷൻ ആലോചിക്കുക. നിങ്ങളുടെ അമ്മൂമ്മയുടെ ഒരേ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആയിരിക്കും. ആ അച്ഛനോ അമ്മയോ ആരോ ഉണ്ട്, ആ ആളുടെ മകളാണ്. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദി ഓൺലി ചൈൽഡ് ഓഫ് മൈ ഗ്രാൻഡ് മദർ. എൻ്റെ ഗ്രാൻഡ് മദറിന്റെ ഒരേ ഒരു കുട്ടിയുടെ മകളാണ്. അപ്പൊ ആ ഒരേ ഒരു കുട്ടിയുടെ മകനോ എന്തോ ആണ് ഷാറൂഖ് എന്ന് പറയുന്ന ആള്. അപ്പം മകളാകുമ്പോഴേ ഷാറൂഖിന്റെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞ് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് പോയിന്റിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത്. അതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. When Anup saw Sandeep, he recalled. Okay, when Anup saw Sandeep, അനൂപ് സന്ദീപിനെ കണ്ടപ്പോൾ he recalled. he ഉദ്ദേശിക്കുന്ന ആരെയാണ്? അനൂപിനെയാണ്. കാരണം അനൂപ് സന്ദീപിനെ കാണുവാണ്. അപ്പൊ അനൂപ് റീകോൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓർക്കുവാണ്. ആരാണ്? he is the son of. ഇവിടെ ഈ ഉദ്ദേശിക്കുന്ന ആരെയാണ്? സന്ദീപിനെയാണ് കേട്ടോ. അപ്പൊ ആ കാര്യം മനസ്സിലാക്കുക കേട്ടോ. അവിടെ പറയുന്നത് when Anup saw Sandeep, he recalled. അനൂപ് റീകോൾഡ് എന്താണ്? he is എന്ന് പറഞ്ഞാൽ സന്ദീപ് ഈസ് the son of father of my daughter's mother. പറയുന്ന ആരാണ്? അവിടെ നമുക്ക് അനൂപാണ് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം. അനൂപിന്റെ ജെൻഡർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് when Anup saw Sandeep, he recalled എന്ന് പറയുന്നത് അനൂപിന്റെ ജെൻഡർ മനസ്സിലാക്കാനാണ്. പേര് വെച്ച് മാത്രം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ജെൻഡർ പറയാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് അനൂപ് എന്നൊരു പേര് കണ്ടതുകൊണ്ട് മാത്രം അത് മെയിൻ ജെൻഡർ ആവണമെന്നില്ല. ഓക്കെ, അതൊരു ഫീമെയിൽ ജെൻഡർ വേണമെങ്കിലും ആകാം. അതുകൊണ്ട് പേര് വെച്ചൊരിക്കലും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡേറ്റയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഹി റീകോൾഡ് എന്ന് വെച്ചാൽ അനൂപ് റീകോൾ ചെയ്യാണ്. അപ്പൊ അനൂപ് ഒരു മെയിലാണ്, അല്ലെ? അനൂപ് എന്താ റീകോൾ ചെയ്യുന്നത്? ഹി ഈസ് ദ സൺ ഓഫ് ദി ഫാദർ ഓഫ് മൈ ഡോട്ടേഴ്സ് മദർ. ഓഫ് വെച്ച് നോക്കാം നിങ്ങൾക്ക്. ഹി ഈസ് ദ സൺ ഓഫ്, സന്ദീപ് എന്ന് പറഞ്ഞ സൺ ആണ്. ആരുടെ? ഓഫ് ദി ഫാദർ ഓഫ്. ഓക്കെ, ഫാദർ ഓഫ് ആരാണ്?
മൈ ഡോട്ടേഴ്സ് മദർ, എൻ്റെ മകളുടെ അമ്മയുടെ. അപ്പം എൻ്റെ മകളുടെ അമ്മയുടെ അച്ഛൻ്റെ മകനാണെന്ന് പറയാം. അപ്പം എൻ്റെ മകളുടെ അമ്മ, അപ്പം അനൂപിൻ്റെ മകൾ, ആ മകളുടെ അമ്മ അനൂപിൻ്റെ ഭാര്യയായിരിക്കും. ആ ഭാര്യയുടെ അച്ഛൻ അത് അനൂപിൻ്റെ അമ്മായച്ചനായിരിക്കും. ആ ഭാര്യയുടെ അച്ഛൻ്റെ മകൻ എന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടും ഭാര്യയുടെ സഹോദരനായിരിക്കും. അതാണ് ആരെന്ന് പറയുന്നത്? സന്ദീപ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഡേറ്റ് വന്നിരിക്കുന്നത്. സന്ദീപ് ഒരു മെയിലാണ്, കാരണം ഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹീസ് എ സൺ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ മകനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സന്ദീപ് ഒരു ഉറപ്പായിട്ടും മെയിലായിരിക്കും. ക്വസ്റ്റ്യൻ ആവും സന്ദീപ് റിലേറ്റഡ് അനൂപ് എന്നാണ്. അനൂപിന്റെ സൈഡിൽ നോക്കിയാൽ അനൂപിന്റെ വൈഫിന്റെ സഹോദരനാണ്. നമ്മൾ എന്താ പറയാ? ബ്രദർ ഇൻ ലോ എന്നാണ് പറയാം, അല്ലേ? ബ്രദർ ഇൻ ലോ. ഓക്കെ, പോയിന്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇൻട്രൊഡ്യൂസിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു സിംഗിൾ സെന്റൻസിൽ ഡേറ്റ പറയുകയായിരിക്കും ചെയ്യാം. ആ ഡേറ്റ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ റിലേഷൻസ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ പേരുകളോ കാര്യങ്ങളൊന്നും എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് അനൂപിനെയും സന്ദീപിനെ മാത്രമേ അറിയത്തുള്ളൂ. ബാക്കി റിലേഷൻസ് ആണ്. ആ റിലേഷൻസ് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ എനിക്കിത് ഇവിടെ വരുന്ന അനൂപിന്റെ ഭാര്യയാണെന്ന് എനിക്കറിയാം, ഇതുവരെ അനൂപിന്റെ മകളാണെന്ന് എനിക്ക് മനസ്സിലാക്കാനും, ഇത് അനൂപിന്റെ ഭാര്യയുടെ അച്ഛനാണ്, ഇത് അനൂപിന്റെ ഫാദറിലാണെന്ന് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവിടെ നമുക്ക് ആളുടെ പേരില്ലെങ്കിലും റിലേഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഡേറ്റ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലഡ് റിലേഷൻ്റെ ഒരു ബേസിക് ക്ലാസ് ആണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന സമയത്ത് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ളതിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റും കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് എന്താണ് കോഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് ഫർദർ വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഈ ഒരു ബേസിക് ഐഡിയ ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് റിലേഷൻസ് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യാനും റിലേഷൻഷിപ്പ് ടേമുകൾ അറിയാനും. ആ 2 കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ നല്ലപോലെ തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ആ റെപ്രസെൻറ്റേഷൻസ് എടുക്കുകയും കൃത്യമായിട്ട് നിങ്ങൾ ആൻസറിലേക്ക് പോവുകയും ചെയ്യും. വലിയ വലിയ ക്വസ്റ്റ്യൻസ് വരും. അതായത് ബ്ലഡ് റിലേഷൻ്റെ കേസിൽ ബാങ്കിൻ്റെ ബേസ് ആയതുകൊണ്ട് തന്നെ വലിയ ഫാമിലി 10, 12, 20 പേരെ കടങ്ങുന്ന ഫാമിലിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് ക്വസ്റ്റ്യൻ വരും. ബേസ് ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ആ വലിയ ക്വസ്റ്റ്യൻസിലേക്ക് പോയി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ബേസ് ക്ലിയർ ആക്കുക, ബേസിക് ആയിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഹയർ ലെവൽ ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, നമ്മുടെ ബേസിക് ക്ലാസ്സിൻ്റെ ഒരു സീരീസാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എന്താ പറയുക, തരാൻ പറ്റുന്ന ഡേറ്റാസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് തരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. നല്ലപോലെ തന്നെ വർക്കൗട്ട് ചെയ്ത് തന്നെ പോവുക. ഓക്കെ, ടൈം ഒട്ടും വേസ്റ്റ് ആക്കരുത്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ് പഠിക്കാൻ തീരുമാനിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് എന്ത് ചെയ്യുക? ക്ലാസ് എവിടെയെങ്കിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഓഫ്ലൈൻ സെൻറ്റേഴ്സും ഓൺലൈൻ സെൻറ്റേഴ്സും ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.